നമ്മളിപ്പോൾ പത്രമാധ്യമത്തിലൂടെ തിക്കിത്തിരക്കി കുഞ്ഞുങ്ങൾ മരണപ്പെട്ടെന്ന വാർത്തകളൊക്കെ കേട്ടിരിക്കുകയാണ്. നമ്മൾ കുഞ്ഞു മക്കളെയും കൊണ്ട് തിക്കിത്തിരക്ക് ഉള്ള ജാഥകൾ, പള്ളിപ്പെരുന്നാളുകൾ, ഉത്സവങ്ങൾ ഒക്കെ കൂടാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കഴിവതും കുഞ്ഞുങ്ങളെയും കൊണ്ട് തിരക്കുള്ള സാഹചര്യങ്ങളിൽ പോകാതിരിക്കാൻ ശ്രമിക്കുക. ഒന്ന്, ചൂട്, അവർക്ക് വരുന്ന ക്ഷീണം, തളർച്ച, ഫീഡിങ് ശരിയാകാതെ വരുമ്പോൾ ഉള്ള ഡീഹൈഡ്രേഷൻ, അതിനേക്കാൾ ഉപരി തിക്കിത്തിരക്ക് വന്ന് വീണ് പോയി കഴിഞ്ഞാൽ വരാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക. 2, ഇവർക്ക് രോഗപ്രതിരോധ ശേഷി കുറവ് കൊണ്ട് തന്നെ ആൾക്കൂട്ടത്തിലൊക്കെ പോയി കഴിഞ്ഞ് കോമൺ ആയിട്ട് കമ്മ്യൂണിറ്റി അക്വേർഡ് ആയിട്ട് വരുന്ന എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണെന്ന് മനസ്സിലാക്കുക. ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ പോകുമ്പോൾ തന്നെ അത്യാവശ്യം അവർക്കുള്ള ഭക്ഷണം, നിർജ്ജലീകരണം വരാതിരിക്കാനായിട്ടുള്ള വെള്ളം ഒക്കെ നമ്മൾ കയ്യിൽ കരുതുക. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ഏറ്റവും ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ട ഒരു കാര്യം അവരുടെ സുരക്ഷയാണ്. ഒരുപാട് തിക്കിത്തിരക്കി വരുന്ന സ്ഥലത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ ഒന്ന് കൈവിട്ടു പോകാതിരിക്കാൻ ശ്രമിക്കുക. അവർക്ക് തന്നെ അവരുടെ പേര്, ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ആ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ, പോലീസ് എയ്ഡ് പോസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ അവിടെ പോകുന്ന വോളണ്ടിയേഴ്സിനെ മീറ്റ് ചെയ്യാനും ഞാൻ ഇന്ന ആളാണെന്നും ഉള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അച്ഛൻ്റെ അമ്മയുടെ ഫോൺ നമ്പേഴ്സ്, ഇതൊക്കെ നമ്മൾ എസ്പെഷ്യലി നമ്മളിപ്പോൾ പള്ളിപ്പെരുന്നാളുകൾക്കൊക്കെ പോകുമ്പോൾ, ഞങ്ങളുടെ കോതമംഗലത്ത് പള്ളിപ്പെരുന്നാളിൽ ഇന്നലെ പോയപ്പം ചില കുഞ്ഞുങ്ങൾ മിസ്സാകുന്നതും അവരുടെ പേരൻസ് പാനിക് ആവുന്ന അവസ്ഥയൊക്കെ കണ്ടതുകൊണ്ടാണ് ബേസിക്കലി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. ആൻഡ് അതർ തിങ് ഈസ്, ഇപ്പോൾ ചെറിയ മക്കളാണ്, അവർക്കത് പറയാനുള്ള ഇതാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസ് ഒരു കാർഡായിട്ട് അവരുടെ ഉടുപ്പിലാണെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം ഇൻ കേസ് കൊച്ചിന് മിസ്സായി കഴിഞ്ഞാൽ, മോനത് ഇന്ന സാധനം ഇവിടെ ഇരിപ്പുണ്ട്, അച്ഛയുടെ അമ്മയുടെ ഫോൺ നമ്പറാണ്, ഡീറ്റെയിൽസ് ആണ്, അപ്പം മോൻ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ മോൻ ഒന്നുകിൽ ആ പോലീസ് മാമൻ്റെ അടുത്ത് പോയി പറയുക. അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ മക്കളെ കാണിച്ച് മനസ്സിലാക്കി കൊണ്ടുപോവുക. കാരണം നമുക്ക് ഇത് എപ്പോൾ എങ്ങനെ ആർക്ക് എന്ത് സംഭവിക്കാൻ നമുക്ക് പറയാൻ സാധിക്കില്ല. കഴിവതും വലിയ വലിയ ക്രൗഡ്സിലും പ്രൊസഷൻസിലും മക്കളെ കൊണ്ട് പോകാതിരിക്കുക തന്നെയാണ് ഏറ്റവും ഉത്തമവും സേഫും. പക്ഷേ കുഞ്ഞ് കൈവിട്ട് പോയാൽ കുഞ്ഞിന് ഇന്നതാണ് വേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. അവർക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് കഴിവതും നമ്മൾ കൈവിട്ട് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ പരിചയമില്ലാത്ത ആൾക്കാർ തരുന്ന ഒന്നും കുടിക്കുകയോ വാങ്ങിക്കുകയോ ഒന്നും ചെയ്യരുത്. ഏറ്റവും സേഫസ്റ്റ് പറയുന്നത് പോലീസുകാരെ തന്നെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഈ വോളണ്ടിയേഴ്സായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കാണിച്ചു കൊടുത്ത് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറയുക. നമ്മുടെ മക്കളുടെ സുരക്ഷിതത്വം നമ്മൾ ഉറപ്പാക്കുക. കഴിവതും അലേർട്ട് ആൻഡ് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നമ്മൾ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധയും ജാഗ്രതയോടുകൂടി തന്നെ ചെയ്യുക. നിർജ്ജലീകരണം വരാതിരിക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് വെള്ളം അവരെ കൊണ്ട് കൊടുപ്പിക്കുക. ആൻഡ് എൻഷുർ കഴിവതും കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്തു പോകാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. താങ്ക്